എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുഞ്ഞ് കൃഷിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പയർ ഞാൻ അന്ന് പാവിയില്ലേ, അതാണ് 2-3 പ്രാവശ്യം ഇലയൊക്കെ പൊട്ടിച്ച് പയർ തോരനൊക്കെ ഉണ്ടാക്കി. ഇനി തെങ്ങ് മൂടേണ്ട സമയമായല്ലോ. അപ്പോൾ ഒരുവിധം അവിടെയുള്ളത് മുഴുവൻ തെങ്ങിൻ്റെ ചോട്ടിലിട്ട് നന്നായി വട്ടം വെച്ച്, അപ്പോൾ ആ ഭാഗമൊക്കെ നന്നായി കളിക്കുമല്ലോ. പിന്നെ ഇടയിൽ കൂവ, ചേമ്പ്, ചേന, മഞ്ഞൾ ഇതൊക്കെയാണ് വെക്കാറ്. അപ്പോൾ ആകെ കളിച്ച് വൃത്തിയാക്കുകയാണ്. ഇനി ചേമ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്യണം. ആ വേരൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ അധികവും എന്താ പറയുക, ചപ്പും ചവറിൽ ഒരു ചെറുതായിട്ട് കുഴിയെടുത്ത് അതിൽ നിറച്ച് ചപ്പും ചവറ് വെച്ചിട്ട് അതിലിത് വെക്കുകയാണ് ചെയ്യാറ്. അത്യാവശ്യം വലിയ കൃഷി രീതിയൊന്നും അല്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു ചേമ്പ് പറിച്ച കിട്ടാറുണ്ട്. പിന്നെ എന്താ പറയുക, തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇടാൻ പറ്റാത്തൊക്കെ ഏകദേശം ഒന്ന് കത്തിച്ചെടുക്കും. ഇങ്ങനെയാണ് വയ്ക്കുക. ഇത് ഇരുമ്പാമ്പുളിയുടെ ചോട്ടിലുള്ള തൈകളാണ്. ധാരാളം തൈകൾ മുളച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു തൈകൾ മുളച്ചിട്ടുണ്ട്. ഇതിൻ്റെയും കൊമ്പൊക്കെ വെട്ടിയെടുക്കും. പിന്നെ കുറേ പേര് പറഞ്ഞു മണ്ണിരേനെ കണ്ടിട്ടില്ല എന്ന്. ഇതൊക്കെ ഈ മണ്ണ് കറുത്ത മണ്ണാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ എത്രമാത്രം അതിലെ ചപ്പും ചവറൊക്കെ അതിനായിട്ട് യോജിക്കുന്നു അത്രമാത്രം മണ്ണിന് കറുപ്പും കൂടും, നല്ല ലൂസാവും. കണ്ടില്ലേ മണ്ണിര? അപ്പോൾ ഇത് ഇന്നത്തെ പറിച്ചെടുത്തതാണ്. ഇനി ഇതൊക്കെ നടാൻ വേണ്ടി അടുത്ത കൊല്ലത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ളത് ഇപ്പോഴേ തയ്യാറാക്കണമല്ലോ. അങ്ങനെ ഓരോ തരത്തിലും ചെറിയ ചെറിയ തോതിൽ ചെയ്തിട്ട് എല്ലാ ഭാഗം വൃത്തിയാക്കി വെക്കാറാണ് പതിവ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗമൊക്കെ നമുക്ക് വൃത്തിയാക്കി വെക്കാം. നല്ല റൗണ്ടായിട്ട് നമ്മളിങ്ങനെ കളച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കണ്ടോ, ഇങ്ങനെയാണ് റൗണ്ട് വെച്ചിട്ട് നമ്മൾ തെങ്ങിൻ്റെ കട മൂടണം. പിന്നെ അടുത്ത ജൂണിലാണ് നമ്മൾ തുറക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ളതൊക്കെ ചേർക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആ ഭാഗത്തൊക്കെ ഇടയിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റാവുന്ന തണൽ, ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ചെടികളാണ് അധികം വയ്ക്കുക. എന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൃഷി രീതികളും എൻ്റെ കുഞ്ഞു കൃഷിയിടങ്ങളും എല്ലാവർക്കും ഇഷ്ടമായാലോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുമല്ലോ. ഓക്കേ.